ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഡിഷ് പനീർ ബട്ടർ മസാലയാണ്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പം 2-3 ഏലയ്ക്ക, പട്ട, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. സവാള ഞാനിവിടെ ചെറുതായത് കാരണം 2 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതെങ്ങനെ വേണേലും അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് ഇളക്കിയതിന് വാടിയതിന് ശേഷം അതിലോട്ട് നമുക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർക്കുന്നതായിരിക്കും ഈ സമയത്ത്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം. തക്കാളി ഞാനിവിടെ ചെറുതായത് കാരണം 3 എണ്ണമാണ് എടുത്തത്. വലുതാണെങ്കിൽ 2 എണ്ണം മതി. ഇനി അടച്ച് വെച്ച് നമുക്കൊന്ന് അല്പം നേരം ഒന്ന് വേവിച്ചെടുക്കണം. തണുത്തതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒരല്പം വെള്ളം കൂടെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേവി അല്പം ലൂസായിട്ട് കിട്ടും. ഇതെല്ലാം അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും അല്പം എണ്ണ ഒഴിച്ച് ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീ വളരെ കുറച്ചിടണം. ഇനി ഇതിലോട്ട് അല്പം മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതൊന്ന് ഇളക്കി കരിഞ്ഞു പോകരുത്. ഉടൻ തന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം അല്പനേരം ഒന്ന് അടച്ച് വെക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, ആദ്യമേ നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അല്പനേരം ഒന്ന് അടച്ച് വെക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരും. ഈ സമയത്ത് നമുക്ക് കസൂരി മേത്തി ചേർക്കാം. ഒരു നുള്ള് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ എരിവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒന്ന് ഇളക്കി കുറച്ച് നേരം കഴിയുന്നുണ്ടേ എണ്ണ തെളിയും. ആ എണ്ണ തെളിയുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് പനീർ വെക്കാം. ഇവിടെ ഞാൻ 250 ഗ്രാം പനീറാണ് വാങ്ങിച്ചത്. ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഗ്രേവി ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം മല്ലിയിലയും ഗരം മസാലയും ചേർത്തിട്ട് കറി റെഡിയാണ്. ഓക്കെ, ബൈ ബൈ.